കഴിഞ്ഞ ദിവസം എം ടി വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യയായ പ്രമീള നായരുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തെ അധികരിച്ച് എം ടി ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്ന ഒരു നറേറ്റീവ്, എന്ന ഒരു ആഖ്യാനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എം ടിയെ ആരാധിക്കുന്ന വലിയ ഒരു ശതമാനം മലയാളികളിലും അത് രണ്ട് തരം ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫെമിനിസ്റ്റ് വീക്ഷണത്തോടുകൂടി ലോകത്തെ കാണുന്ന ആളുകളിൽ എം ടിയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പുനർവിചിന്തനം ചെയ്യാനും എം ടിയെ ആരാധിക്കുന്ന മനുഷ്യരിൽ എം ടിക്ക് വേണ്ടി വാദിക്കുവാനുള്ള ഒരു ത്വര ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചലനങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതിലേത് പക്ഷത്താണ് ഞാൻ നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാക്കാനാണ് ഈ വീഡിയോ. സത്യത്തിൽ എം ടിയുടെ സ്വകാര്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ എം ടിയുടെ തെരഞ്ഞെടുപ്പുകളിൽ, പ്രമീള നായരുടെ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ വ്യക്തിപരമായ ചോയ്സായിട്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ പുറത്തുള്ള ഒരാൾ കക്ഷിയാവേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ പ്രമീള നായരുടെ ജീവിതത്തിൽ എം ടി ഏതെങ്കിലും തരത്തിൽ ചെലുത്തിയ ആഘാതം, ആ ആഘാതങ്ങളുടെ വശങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഞാനും ഇവിടെയും കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏത് പുരുഷനും ഏത് സ്ത്രീ പുരുഷ ബന്ധത്തിലും സംഘർഷങ്ങളുണ്ടാവും. അതിന് ഏതെങ്കിലും ഒരു ജെൻഡർ മാത്രമാണ് ഉത്തരവാദി എന്നൊന്നും നമുക്ക് വാദിക്കാൻ കഴിയില്ല. പുരുഷൻ സ്ത്രീയുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്ത്രീയും പുരുഷന്റെ ജീവിതത്തിൽ സംഘർഷങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ടാവും. അതൊരു മ്യൂച്വലാണ്, വളരെ മ്യൂച്വലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ തരത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എം ടി എന്ന എഴുത്തുകാരൻ ആ എഴുത്തുകാരൻ സൃഷ്ടിച്ച തൻ്റെ കാൽപ്പനിക രചനകളിൽ അദ്ദേഹം ഏത് ലിംഗപരമായ തൻ്റെ പക്ഷപാതിത്വം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ തെളിഞ്ഞു കാണുന്നത് എന്ന് മാത്രമാണ് ഞാനിവിടെ പരിശോധിക്കുന്നത്. അതിനൊരൊറ്റ ഉദാഹരണമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരു വടക്കൻ വീരഗാഥ എന്ന തിരക്കഥ, ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഒരു വടക്കൻ വീരഗാഥ എന്ന തിരക്കഥയിൽ അല്ലെങ്കിൽ സിനിമയിൽ എം ടിയുടെ ജെൻഡർപരമായിട്ടുള്ള, ലിംഗപരമായിട്ടുള്ള എം ടിയുടെ വീക്ഷണം തെളിഞ്ഞു കാണാമെന്നാണ് എൻ്റെ പക്ഷം. അതിൻ്റെ കാരണം ചന്തുവിൻ്റെ ക്യാരക്ടർ, വടക്കൻ പാട്ടിൽ നമ്മൾ കേട്ടറിഞ്ഞ ചതിയൻ ചന്തുവിൻ്റെ ക്യാരക്ടറിനെ ചരിത്ര സാമൂഹ്യ പശ്ചാത്തലത്തെ പിൻപറ്റി എം ടി എന്ത് ചെയ്യാണ്? ഡീകൺസ്ട്രക്ട് ചെയ്യുകയാണ്, അപനിർമ്മിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു അപനിർമ്മാണത്തിൽ ചന്തുവിനെ നല്ല ഒരു വ്യക്തിത്വമായി അവതരിപ്പിക്കണം, അല്ലെങ്കിൽ ചന്തുവിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ചതിയൻ എന്നുള്ള ഇമേജ് അതിൻ്റെ ചരിത്രപരമായ, സാംസ്കാരികപരമായ, സാമൂഹ്യപരമായ സാങ്കത്യത്തെ അപനിർമ്മിക്കുകയാണല്ലോ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടറിൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചന്തുവിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ടത് എം ടി എന്ന എഴുത്തുകാരനെ സംബന്ധിച്ചോളം വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സമയത്ത് ചന്തുവിന് മുഖാമുഖം നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ
എങ്ങനെ ഡീമോറലൈസ് ചെയ്യപ്പെടുന്നു എന്ന ഒരു പരിശോധന നമ്മൾ നടത്തി കഴിഞ്ഞാൽ അതിൽ ആദ്യം പ്രഥമഗണനീയമായിട്ടുള്ള കഥാപാത്രം സ്വാഭാവികമായിട്ടും ഉണ്ണിയാർച്ചയാണ്. അപ്പൊ ഉണ്ണിയാർച്ച ചന്തുവിനെ പ്രലോഭിപ്പിക്കുകയും അല്ലെങ്കിൽ ഉണ്ണിയാർച്ചയുടെ അച്ഛൻ ശൈശവ വിവാഹത്തിലൂടെ തൻ്റെ മകൾ ചന്തുവിനാണെന്ന് മുൻകൂറായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണിയാർച്ചയുടെ കൗമാര യൗവനകാലം സ്വാഭാവികമായിട്ടും ആ സ്ത്രീ ശരീരം തനിക്കാണ് എന്ന് ചന്തു വിശ്വസിക്കാൻ ഇടയാകുന്നുണ്ട്. അല്ല, ആ രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ണിയാർച്ചയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാർച്ച കുഞ്ഞിരാമൻ എന്നുള്ള മറ്റൊരു കഥാപാത്രത്തെ വിവാഹം ചെയ്യുകയും ചന്തുവിനെ വഞ്ചിക്കുകയും ചെയ്യുകയും ചെയ്തു എന്നാണ് വടക്കൻ വീരഗാഥയിൽ MT വരുത്തുന്ന ഒരു അപനിർമ്മിതി എന്നുള്ളത്. പക്ഷേ മലബാറിലെ തീയ ചേകവ കുടുംബങ്ങളിൽ എന്താണ് ആങ്ങളയുടെ മകളെ അല്ലെങ്കിൽ പെങ്ങളുടെ മകൻ വിവാഹം ചെയ്യുക എന്നുള്ളൊരു പ്രവണത സാർവത്രികമായിട്ട് എവിടെയുമില്ല. ഏതുപോലെ നായർ സമുദായത്തിലുള്ള പോലെ നായർ സമുദായത്തിലാണ് മുറപ്പെണ്ണ് എന്നുള്ള കോൺസെപ്റ്റ് പ്രബലമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ സാമൂഹിക കുടുംബ വീക്ഷണത്തിനകത്ത് അദ്ദേഹം സാക്ഷ്യം വഹിച്ചിട്ടുള്ള, അദ്ദേഹം സംശീകരിച്ചിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള, ദാമ്പത്യ ബന്ധങ്ങളെക്കുറിച്ചുള്ള, കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ, ആ ധാരണകൾ സത്യത്തിൽ വടക്കൻ പാട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന കാര്യത്തിൽ MTക്ക് ചില പിഴവുകൾ വരുത്താൻ, സാഹചര്യവശാൽ ചില പിഴവുകൾ വരുത്താൻ ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പം അതുകൊണ്ടാണ് ചന്തുവിനും ഉണ്ണിയാർച്ചയ്ക്കും ഇടയിലുള്ള ബന്ധത്തെ MTക്ക് ആ രൂപത്തിൽ അപനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ചന്തുവിനെ വിശുദ്ധനാക്കാനും ഉണ്ണിയാർച്ചയെ ഒരു കാപട്യക്കാരിയാക്കി മാറ്റാനും MTക്ക് എളുപ്പം കഴിഞ്ഞത് ഈ ഒരു യുക്തിയുടെ പശ്ചാത്തലത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് കാണുന്നത് ഈ ചന്തു നമ്മൾ എന്താണ് ഈ മുറിവാള് കൊണ്ട് പൊരുതുന്ന ആരോമൽ ചേകവർ. അപ്പം അങ്ങനെ പൊരുതൽ കളരി അഭ്യാസത്തിനിടയിൽ വാള് മുറിയാനിടയായ സാഹചര്യം, അതിൻ്റെ പിന്നിലുള്ള ഒരു ചതിയുണ്ട്. അപ്പം ആ ചതിക്ക് ആരാണ് കാരണം? വടക്കൻ പാട്ടിൽ സ്വാഭാവികമായിട്ടും ചന്തു ആണ് എന്ത് ചെയ്യുന്നത്, ചതിക്കുന്നത്. പക്ഷെ ആ ചതിയുടെ കുറ്റം MT ആരോപിക്കുന്നത് അരിങ്ങോടരുടെ മകളിലാണ്. അവിടെയും സ്ത്രീയെ എന്ത് ചെയ്യുന്നു MT വളരെ തൻ്റെ ഈ പുരുഷ കഥാപാത്രത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ചന്തുവിനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് MT അപമതിക്കുന്നത് ആരെയാണ്? അരിങ്ങോടരുടെ മകളെയാണ്. അതിൽ ചന്തുവിൽ എന്താണ് അരിങ്ങോടർ മകൾക്ക് അനുരാഗമുണ്ട് എന്ന് വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് MT ആ യുക്തി പ്രയോഗിക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ കഥാപാത്രം വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ധാർമ്മികമായിട്ട് തകർക്കുന്നുണ്ട് MT. അപ്പൊ ഈ ഒരു സംഭവത്തിലൂടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ MTയിൽ വളരെ ശക്തമായിട്ടുള്ള സ്ത്രീ വിരുദ്ധത നിലനിന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. MTയെയും ആത്യന്തികമായും ഭരിച്ചിരുന്നത് പുരുഷാധിപത്യ ഫ്യൂഡൽ മൂല്യഘടന തന്നെയാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയും. MTയുടെ ഓരോ കഥാപാത്രങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് MT വർക്ക് ചെയ്തിട്ടുള്ള ഈ രീതിയിൽ അപനിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഓരോ കഥാപാത്രവും കൃത്യമായിട്ടെടുത്ത് പരിശോധിച്ച് നമുക്കത് കാണാൻ പറ്റും. പെരുന്തച്ഛനിലാകട്ടെ, പെരുന്തച്ഛൻ എന്നുള്ള സിനിമയിലും അതിൻ്റെ തിരക്കഥകളാണ് ഞാൻ ഇതിൽ കൂടുതൽ എടുത്തിട്ടുള്ളത്. തിരക്കഥയിലും MT പ്രയോഗിച്ച ഒരു യുക്തി ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഉണ്ണി നമ്പൂതിരിയുടെ ഭാര്യ, ആ ഭാര്യയാണ് എന്ത് ചെയ്യുന്നത്, ആ കുടുംബത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അത് ആ ഒരു സാമൂഹ്യ സാഹചര്യം ശരിയാണ്. ഇപ്പൊ ഇരിപ്പ് എന്നുള്ള
പണ്ടൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ കുടുംബത്തിലേക്ക് കോവിലകത്തേക്ക് നമ്പൂതിരി യുവാക്കളെ ഇരുത്തുക എന്നുള്ളൊരു സാമൂഹ്യ ഉണ്ടായിരുന്നു. ഒരു ഭർത്താവായിട്ട് ഇരുത്തുക. അങ്ങനെ അയാൾ അവിടെ ഒരു വിധേയനെ പോലെ ജീവിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പം അവിടെയും ഡോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? സ്ത്രീ കഥാപാത്രമാണ്. ആ സ്ത്രീ കഥാപാത്രത്തെ പല രീതിയിൽ അപമതിക്കാൻ എം ടി ശ്രമിക്കുന്നുണ്ട് അവിടെ. ഉണ്ണി നമ്പൂരിയും പെരുന്തച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എം ടി സത്യത്തിൽ ഇരുത്തുന്നത്, നമ്മളെ മറ്റൊരു പ്രയോഗം പറയുന്ന ഇരുത്തുന്ന സത്യത്തിൽ ആരെയാണ്? ആ ഉണ്ണി നമ്പൂതിരിയുടെ ഭാര്യയാണ്. നീനാ പ്രസാദ് അവതരിപ്പിച്ചുള്ള ഉണ്ണി നമ്പൂതിരിയുടെ. അങ്ങനെ ഓരോ കഥാപാത്രയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഈ അർത്ഥത്തിൽ എം ടിയിൽ വലിയ രൂപത്തിൽ സ്ത്രീ വിരുദ്ധത നിലനിന്നിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം എം ടിയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയ സ്ത്രീകളോടുള്ള സമീപനത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിൽ നമ്മൾ അത്ര കക്ഷിയല്ല. കാരണം ഈ രണ്ടുപേരും മരണപ്പെട്ട സാഹചര്യത്തിൽ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ആരോ പക്ഷത്താണ് ശരികളുടെ ഏറ്റക്കുറച്ചിൽ ആരുടെ പക്ഷത്താണ് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ദീദി നവാറിനെ പോലെയുള്ള എഴുത്തുകാരികൾ അതിൽ ചില ഗവേഷണ ബുദ്ധിയോട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് അങ്ങനെ ആത്യന്തികമായിട്ട് അതിൽ വിധി കൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പം അശ്വതി പറഞ്ഞതുപോലെ അങ്ങനെ ആത്യന്തികമായിട്ട് ഇപ്പം സിത്താര അക്കാര്യത്തിലൊന്നും എം ടിയുടെ ആദ്യ ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടുള്ള മകൾ സിത്താര അതിനെക്കുറിച്ചൊന്നും പറയാത്ത സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കൃത്യമായ ഒരു വർഷം പിടിക്കുക സാധ്യതയില്ല. പക്ഷെ എം ടിയുടെ കഥാപാത്ര നിർമ്മിതിയിൽ കൃത്യമായ സ്ത്രീ വിരുദ്ധത ഉണ്ടായിരുന്നെന്ന് പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല എന്നുള്ളത്. ഇതെല്ലാം പറയുമ്പോൾ തന്നെ കഥയുടെ കാര്യത്തിലായാലും നോവലിൻ്റെ കാര്യത്തിലായാലും സിനിമയെ ആവിഷ്കരിക്കുന്ന കാര്യത്തിലായാലും തിരക്കഥയെ രൂപപ്പെടുത്തുന്ന കാര്യത്തിലും മലയാളത്തിലെ പെരുന്തച്ഛനാണ് എം ടി എന്ന് പറയുന്ന ഇത് 100% ശരിയായ വസ്തുതയാണ്. ആ രൂപത്തിൽ ഒരു മഹാമേരു തന്നെയാണ് എം ടി എന്നുള്ളത് സത്യമാണ്.